ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സമൂസ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ ഫില്ലിങ്സ് തയ്യാറാക്കാറുണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഫില്ലിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ പൊട്ടാറ്റോ, ക്യാരറ്റ്, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാബേജും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം, നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. നമ്മളിതൊരു ഹാഫ് കുക്കേ ആക്കുന്നുള്ളൂ. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഗരം മസാല കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ സമൂസക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സമൂസ ഫില്ല് ചെയ്തെടുക്കാം.
ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്